നമസ്കാരം, വിവികയാണ്. കൊല്ലം അഞ്ചൽ ആയൂർ റോഡിൽ KSRTC ബസും ടെമ്പോയും കൂട്ടിയിടിച്ച അപകടത്തിൽ ടെമ്പോ ഡ്രൈവറായ വെളിയം സ്വദേശി ഷിബു മരണപ്പെട്ടു. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഇവിടെ KSRTC ബസും ടെമ്പോയും തമ്മിൽ ഇവിടെ അപകടമുണ്ടായത്. ബസ് റോഡിൽ നിന്നും തെന്നിമാറി വയലിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ അപകട സമയത്ത് കാണാൻ കഴിഞ്ഞത്. ടെമ്പോ ആയൂരിൽ നിന്നും അഞ്ചിലേക്ക് വരികയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ടെമ്പോയുടെ മുൻഭാഗത്ത് ഈ ബസ് ഇടിച്ച് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ടെമ്പോയിൽ ഡ്രൈവറെ കൂടാതെ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അവരുടെയും പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപകടത്തിൽ പരിക്കേറ്റ എല്ലാവരെയും അഞ്ചൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഷിബു മരണപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അപകടത്തിൽ ഇവിടെ ഈ കാണുന്ന പോസ്റ്റ് ഉൾപ്പെടെ ഒടിഞ്ഞ് തകർന്ന അവസ്ഥയിലാണ്. ഇവിടെ നാട്ടുകാരുടെ പരാതി എന്ന് പറയുന്നത് ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം നടക്കുന്നു, അതാണ് ഇവിടെ അപകട കാരണം എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ റോഡ് ഇപ്പോൾ പുതുതായി ടാർ ചെയ്ത് വരുന്ന അതിൻ്റെ പണി പൂർത്തിയായി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ വീതി കുറഞ്ഞ ഒരു ഭാഗമാണ്. ഇവിടെ ഈ കാണുന്ന സൈഡ് വശത്ത് മണ്ണ് എടുത്തതിന് ശേഷം ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നു. അത് തികച്ചും അശാസ്ത്രീയമാണ് എന്നാണ് ആളുകൾ പറയുന്നത്. വണ്ടി മറിയുമെന്നുള്ള ഒരു ഭയപ്പാടുണ്ട്. അന്നേരത്തേക്ക് ബാക്കിൽ കൂടെ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അന്നേരം ഈ ആളുകളെല്ലാം കുടിഞ്ഞ് ഫ്രണ്ടി വരുന്നതനുസരിച്ച് വണ്ടി ആടിക്കൊണ്ടിരിക്കുക. ബാക്കിൽ 1-2 പേർക്ക് ഞങ്ങൾ ഇറക്കാൻ നോക്കി, ഞങ്ങളെ ഉൾപ്പെടെ മറച്ചോണ്ടാ പോകണം. ഈ ടെമ്പോയിൽ ആൾക്കാരെ ശ്രദ്ധിക്കാൻ അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും രക്ഷപ്പെടുത്തി. ജീവനുണ്ട്, എടുക്കുമ്പോൾ ജീവനുണ്ട്. കാലൊടിഞ്ഞ് തൂങ്ങി, കാല് 2 ഒടിഞ്ഞ് തൂങ്ങി. ആ പുള്ളിയുടെ കാല് എടുക്കുമ്പോൾ ഇങ്ങനെ കിടക്കുക മുട്ടന്റെ കാല് പോയി മുട്ടന്റെ പോയി. മെഷീനിലേക്കാണ് കൊണ്ടുപോയത്. തിരിച്ചു കൊണ്ടുപോയത്. ഒന്നും അറിയത്തില്ല മക്കളെ, ഒന്നും അറിയത്തില്ല എവിടെ ഉള്ളവരാണ്. ഇത് പൂയപ്പള്ളിയിലുള്ള വണ്ടിയാന്ന് തോന്നുന്നു. വെളിയോ പൂയപ്പള്ളിയുള്ള വണ്ടിയാണ്. എനിക്ക് വന്ന പൂയപ്പള്ളി റബ്ബർ തൈ എടുത്തും കൊണ്ട് ഇങ്ങോട്ട് വന്ന വണ്ടിയാന്ന് തോന്നുന്നു. അത് ഈ ടെമ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നതാ. പക്ഷേ ഈ ബസ് ആക്സിഡന്റ് നടക്കുമ്പോഴും ഞങ്ങളെല്ലാം കൈപ്പുള്ളിക്ക് വയ്ക്കുമ്പോൾ ഓടി വരുമായിരുന്നു. അപ്പോൾ ബസ്സിനകത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിനകത്ത് കയറി ബസ്സിനകത്തുള്ളവരെ എല്ലാവരും രക്ഷപ്പെടുത്തി. പക്ഷേ ടെമ്പോ ഇരുന്നവരെ കാണുന്നില്ല. പിന്നെ വന്നപ്പോൾ അവർക്ക് സംസാരിക്കാനോ മിണ്ടാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരെ ഫ്രണ്ട് ഹൗസിങ് പിക്കപ്പ് ജനങ്ങളും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും. പക്ഷേ നമുക്കൊരു വിഷമമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ പൊട്ടി തീപ്പൊരി പാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ 100 വട്ടം വിളിച്ചിട്ട് അവർ ഫോൺ മാറ്റി വെച്ചേക്കുമായിരുന്നു. അവർ ഫോൺ എടുത്തില്ല. ലൈൻ അത്രയ്ക്ക് ഇതായിട്ട് കിടക്കുമായിരുന്നു ഇവിടെ. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. എന്തായാലും എല്ലാവരും രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട്. ഡ്രൈവറുടെ കാലുമൊക്കെ ഒടിഞ്ഞ് തൂങ്ങി, കൈ ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ്. 3 പേർക്ക് നല്ല പരിക്കാണ്. ടെമ്പോയിലിരുന്ന് 3 പേർക്ക് നല്ല പരിക്കാണ്. ബസ്സിനകത്തും ഒരുപാട് പേർക്ക് പരിക്കുകളുണ്ട്. ഡ്രൈവർക്കും പരിക്കുണ്ട്, എല്ലാവർക്കും. പിന്നെ ഇതിന്റെ ഈ റോഡിന്റെ പണി കൊണ്ടാണ് ഇവിടെ 1-2 അല്ല 3-4 ആക്സിഡന്റായി ഈ അടുത്ത ദിവസങ്ങളിൽ. ഇവിടെ ഈ റോഡ് പണിയുടെ അനാസ്ഥയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതാണ് ഈ വളവിൽ കൊണ്ട് പാറ ഇറക്കി വെക്കുന്നത്. ഈ ഇവിടെ വീതി കൂട്ടുവാന്നും പറഞ്ഞുകൊണ്ട് മതിലിടിച്ച് ആ മതിലിന്റെ ആ വീതി കൂട്ടാൻ വേണ്ടി ഇടിച്ചേനേം കായും വീതിയിലാണ് റോഡിലോട്ട് ഇറക്കി കെട്ടിയേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇവിടെ ടാർ ചെയ്തേക്കുന്നത് റോഡിനോട് ചേർന്നാണ് ടാർ ചെയ്തേക്കുന്നത്. പോസ്റ്റുകളെല്ലാം ടാറിനകത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ ഭയങ്കര പണിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതും കൂടെ ഒന്ന് നോക്കാം. എല്ലാവർക്കും ഉണ്ട് പ്രശ്നമെന്നുള്ള കാര്യം. ഇനിയും നടക്കും. ഇതുമാതിരിയുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ഇവിടെ. എത്ര മണിയുള്ള ഇതൊരു 7:30 കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. അപകടത്തിൽ ഈ ടെമ്പോ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ ടെമ്പോ വെട്ടിപ്പൊളിച്ചാണ് ഈ വാഹനത്തിൽ നിന്നും പുറത്ത് എടുത്തതെന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത്. നമുക്കറിയാം, അഞ്ചൽ ആയൂർ റോഡിൻ്റെ നിർമ്മാണം വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഏകദേശം അവസാനഘട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കാണുന്ന ഭാഗം വളരെ വീതി കുറഞ്ഞ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റോഡിൻ്റെ ഈ കാണുന്ന ഭാഗം ഇടിച്ച് ഇവിടെ വീതി കൂട്ടി നിർമ്മാണ പ്രവൃത്തി നടന്നു വരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇതിപ്പോൾ ഈ വസ്തു ഉടമസ്ഥരെ സഹായിക്കാൻ ആണെന്ന് തോന്നുന്നു. ആ തരത്തിലാണ് ഇവിടെ ആ എടുത്തു മാറ്റിയ മണ്ണിൻ്റെ അത്രത്തോളം വീതിക്ക് തന്നെ ഇവിടെ സർക്കാർ ചെലവിൽ തന്നെയും അതിൽ കെട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുമാത്രമല്ല ഇവിടെ നിലവിൽ സൈൻ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ലാത്തൊരു സാഹചര്യം കൂടിയാണ്.
ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാക്കിയാണ് ഇത്രത്തോളം വീതിയിലാണ് ഈ മതിലിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ മണ്ണെടുത്ത് മാറ്റിയ ഭാഗത്ത് തന്നെയാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് റോഡിൻ്റെ വീതിയിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇവിടെ നാട്ടുകാർ തന്നെ പറയുന്നത്. ഇപ്പോൾ നാട്ടുകാർ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പല മാധ്യമങ്ങളോടും ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. ഇതിനെതിരെ അന്വേഷണം ആവശ്യമാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആളുകൾ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്താണോ? എങ്ങനെയാണ് സംഭവം? ഞാൻ കണ്ടില്ല കേട്ടോ. ഉറക്കം വരുന്നോ? ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, പെട്ടെന്ന് ഇടിച്ചു മറിഞ്ഞല്ലേ? ആളുകൾക്ക് പിന്നെ വലിയ കുഴപ്പമുണ്ടോ? ബസ്സിനകത്തുള്ളവർക്ക് വലിയ പരിക്കുള്ളവരും ഉണ്ടോ? അറിയത്തില്ല. ഇവിടെ നിന്നും പരിക്കേറ്റ കൂടുതൽ ആളുകളെയും അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിന്നും കുറച്ച് ആളുകളെ മറ്റുള്ള ഹോസ്പിറ്റലുകളിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി പോകേണ്ട സാഹചര്യമാണ്. നിലവിൽ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നും ഒരു രോഗിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വാനിലുണ്ടായിരുന്ന അമ്പിളി എന്ന് പറഞ്ഞ സ്ത്രീയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി ആരുടെയും നില ഗുരുതരമല്ല. പലരും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചികിത്സ തേടി അതിനുശേഷം പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ അടിയന്തരമായി ബന്ധപ്പെട്ടിരുന്നു. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് അധികാരികളടക്കം ഇവിടെ എത്തിയിരുന്നു. പോലീസും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ തന്നെ ഇവിടെ ഇടപെട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെലവ് വഹിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ ആരോഗ്യമന്ത്രിയെ നേരിൽ കാണും. ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാകും. റിപ്പോർട്ടർ VVK, ചാനൽ V, അഞ്ചൽ.